ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റമദാൻ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. റമദാൻ എന്ന പദത്തിൽ തന്നെ, നാമകരണത്തിൽ തന്നെ അതിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ ആധിക്യം ഒളിഞ്ഞടക്കുന്നുണ്ട്. കാരണം അറബി ഭാഷാ പ്രയോഗം അനുസരിച്ച് റമദാൻ എന്ന എന്ന അവസാനിക്കുന്ന പദങ്ങളിലൊക്കെ തന്നെ കാരുണ്യത്തിൻ്റെ ആധിക്യം അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൻ്റെ ആധിക്യമുണ്ട്. അതിൽ ഖുർആൻ എന്ന പദം അതുപോലെയാണ്. റഹ്മാൻ എന്ന പദം, ജഅലാൻ, ഗദ്ബാൻ, കസ്ലാൻ എന്നൊക്കെ അറബിയിൽ വരുന്ന പദങ്ങളൊക്കെ ഇതേ രീതിയിൽ വരുന്നതാണ്. അതിലൊക്കെ ആധിക്യത്തിൻ്റെ അംശമുണ്ട്. അതിൽ തന്നെ റമദാൻ എന്നത് യഥാർത്ഥത്തിൽ മാസങ്ങളുടെ നാമകരണങ്ങളിൽ അറബി മാസങ്ങളുടെ നാമങ്ങൾക്കൊക്കെ തന്നെ അതിൻ്റെ പിന്നിൽ റബീ വസന്തമാണ്, ജമാദ് അതിൻ്റെ ശിശിരമാണ്, അതുപോലെ തന്നെ മുഹറം പവിത്രമാണ്, സഫർ അതിൻ്റേതായ ഒരു പട്ടിണിയുടെ ഒരു പ്രതീകമാണ് എന്നതുപോലെ റമദാൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ, ഒരുപക്ഷെ പാപമോചനത്തിൻ്റെ, സർവ കുറ്റങ്ങളും പാപങ്ങളും കരിച്ചു കളയുന്നതിൻ്റെ നാമകരണത്തിൽ നിന്നാണ്. ഒരുപക്ഷെ ചൂടിൻ്റെ കാഠിന്യത്തിനും അതേ പ്രയോഗം പ്രയോഗിക്കാറുണ്ട്. ആ അർത്ഥത്തിൽ വരുമ്പോൾ പാപങ്ങൾ ഏറ്റവും കൂടുതൽ കരിച്ചു കളയാൻ, ആ കരിച്ചു കളയുന്നതിൻ്റെ ആധിക്യത്തെ കാണിക്കാൻ റമദാൻ എന്ന പദം അതിൻ്റെ നാമകരണത്തിൽ, പദത്തിൽ തന്നെ അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നത് നമുക്ക് വലിയധികം പ്രതീക്ഷ നൽകുന്ന, ആ മാസത്തിൻ്റെ നാമകരണത്തിൽ തന്നെ വലിയധികം പ്രതീക്ഷ നൽകുന്ന, അള്ളാഹുവിൻ്റെ പാപങ്ങൾ പുറത്തു തരാനുള്ള സന്നദ്ധതയുടെ, അള്ളാഹു ഒരുപാട് പാപങ്ങൾ പുറത്തു വരയ്ക്കാൻ നമുക്ക് അവസരം നൽകുന്നതിൻ്റെ, അതുകൊണ്ട് തന്നെ റമദാനിലെ രണ്ടാമത്തെ 10 ഗുഫ്രാനാണ്, പാപമോചനമാണ്. മൂന്നാമത്തെ 10 നരകമോചനത്തിൻ്റെ 10 ആദ്യത്തെ 10 കാരുണ്യത്തിൻ്റെ 10 ദിവസങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ റമദാൻ എന്ന നാമകരണത്തിൽ തന്നെ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ഉള്ളടക്കം അതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ്.